ഗൈസ് അപ്പോൾ നമ്മളിന്നൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോണ് മീൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കൂട്ടുകാരൻ നേരത്തെ കാണിച്ച. അവനിത് കുറേ ഉണ്ടെന്നാണ് പറയണത്. അവൻ വേറെ സ്ഥലത്ത് നിന്ന് ഇറക്കിയതാണ്. ഇതാണ് അവൻ്റെ വീട്. ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവൻ്റെ വീട്. പിന്നെ നമ്മൾ നേരെ ഇവൻ്റെ ഫിഷ് ഫാമിലിക്കാണ് പോണത്. അപ്പോൾ നമുക്ക് പോവാം. ഇവൻ ഇവിടെ വരുന്നുണ്ട്. ഒരു ഹലോ പറയടാ. ഹലോ. അയ്യോ, ഇത് നമ്മുടെ പഞ്ചായത്ത് സെൻ്ററാണ്. ഇതാണ് അവൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം. നമുക്കവിടെ പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് അവൻ്റെ ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇല്ല, ഇവിടെ മൂന്നാം. ഗൈസ് കുറച്ചധികം ഉണ്ട്. ഇതിൽ മീനുണ്ട്, ഇതിലും മീനുണ്ട്, ഇതിലൊക്കെ മീനുണ്ട്. ഇതിലവൻ മീൻ ഇട്ടിട്ടില്ല, മീനിടും. ഇതിലൊരു ചെറിയൊരു മീനുണ്ട്, കണ്ട. ആകെ ഒരു മീനുള്ളൂ. വേറെ കുറച്ച് മീനുകളുണ്ട്. ഇതാണ് അവൻ്റെ കൊടുക്കണ തീറ്റ. ഞാൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതൊക്കെ അവ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. പറഞ്ഞോ. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്കിൽ പെട്ട ഒരു ഫീമെയിലാണ്. ഇതിന് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 40 രൂപയാണെന്ന് വെച്ചാൽ 40. പിന്നെ ഇതിൽ അതിൻ്റെ ഒരു ബേബി എടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടതാണ്, എൻ്റെ ബ്രീഡ് ചെയ്യാറുണ്ട്. ഇതല്ല, ഇതിൽ കുറേ മീനുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഇതിൽ മാറ്റിയിട്ടൊക്കെയാണ്. ഇത് മിക്സ്ഡ് ഗപ്പി ടാങ്കാണ്. ഇതിൽ കുറേ ഫീമെയിൽസും ബേബീസും ഉണ്ട്. നിങ്ങൾക്കത് കാണാം. ഇതാക്കണ്ടോ, വലിയ നമ്മളെടുത്ത് ലൈവ് കാണിക്കാം. പിന്നെ കുറേ ബേബീസ് ഉണ്ട്. നമ്മളെ കുട്ടികളിലൊക്കെ ഇതിൽ തന്നെയാണ് ഇടുന്നത്. ഇതിൽ റേറ്റ് വരുന്നത് ജോഡിക്ക് 40 രൂപയാണ്. ബേബീസ് അല്ല, ബിഗ് തന്നെ. പിന്നെ നമ്മുടെ ഇതിൽ പലതരത്തിലുള്ള മീനുകളുണ്ട്. ഇത് വൈറ്റ് ടെയിലുണ്ട്, റെയിൻബോ ഉണ്ട്. കുറേ മീനുകളായിട്ട് മിക്സഡ് ആക്കിയതാണ് നമ്മളിത്. ഇത് നല്ല റേറ്റുള്ള മീനുകളൊക്കെ പീഡിപ്പിച്ച് മിക്സഡ് ആക്കിയേക്കാണ്. കുറേ മെത്തേഡ്സ് ഉണ്ട്, ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മിക്സഡ് ഗപ്പി തന്നെ ബോയ്സ് മാത്രമുള്ള ഒരു ടാങ്കാണ്. ഇതിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ബേബീസാണ് ബോയ്സിൻ്റെ. ഞാൻ നമ്മൾ തന്നെ വേറെ ടാങ്ക് ഉണ്ട്, വേറെ ടാങ്ക് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ശരിക്കും പറയണമെന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ മീനുള്ളത്. ഇനി ഉണ്ടെന്ന് പറയണം അവൻ. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരണമെന്നാണ് പറയണത്. ഇതിലിപ്പോൾ ഏകദേശം എത്ര മീനുണ്ടാവും? ഇതിലിപ്പോൾ 300 മീനുണ്ടാവും. നമ്മൾ 300 പേര് മേടിച്ചതാണ്. 300 പേര് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കൊടുത്തു. ഇതൊക്കെ നല്ല ഹൈബ്രിഡ് ആട്ടോ, വളരെ ഹൈബ്രിഡായ സാധനങ്ങളാണ്. കാണാം, നമ്മൾ അതിനെ റിലീസ് ചെയ്യാണ്. നമ്മൾ ഇത് 2-3 ചണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് മീനുകൾക്ക് വളരെ നല്ലതും പോഷണമായിട്ടുള്ളതാണ്. അപ്പോൾ മണി പ്ലാന്റ് ഇതിലുണ്ടായിരുന്നു, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇറക്കി വെച്ചതാണ്. കണ്ട എല്ലാ മീനും അതിൻ്റെ അടുത്തേക്ക് കണ്ട കൈ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് അവ പറഞ്ഞ വേറെ ഇത് കാണിച്ചു തരാം. ഇത് ഫുൾ ഓറഞ്ചിൻ്റെ കുറച്ച് മെയിൽസ് ആണ്. എനിക്ക് ഞാൻ ശരിക്കും കാണിച്ചു തരാം. വയസ്സ് ഇതിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ മീൻകുട്ടി അവിടെ എടുക്കുന്നുണ്ട്. പോണു. ഇതിലാണ് എനിക്ക് കണ്ണുള്ളത്. ഇതിലെന്തോരം മീനുള്ള ഡ്രം നിറച്ചുണ്ട്. അവൻ കാണിച്ചിരുന്നിട്ടാ. ഇതാണ് ഓറഞ്ച് ടൈല്. നമ്മളിതിനെ കുറേ നേരം വെച്ചാൽ മരിച്ചു. ഗോൾഡ് കളറൊക്കെയാണ്. അപ്പൊ ഇതാണ് അപ്പൊ നീ ഇനി അടുത്തത് ഈ ടാങ്കില് ഏതൊക്കെ മീനുകൾ ഇടാൻ പോണേ? ഇതിലിനി ഫുള്ള് ഇലക്ട്രിക് ഒരു 80 എണ്ണം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാളെ കിട്ടും. എൻ്റെ ഒരു വേണ്ട അടുത്തൊരു ഫാമിന് ഇതിനെ ഞാൻ ഇതിന് മാറ്റി. പിന്നെ ഞാൻ വെറുതെ ഇതില് വെയിൽ കൊണ്ട ഫോക്സ് സ്റ്റൈല് വളരുന്ന കിട്ടുന്നത്. ചണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്നെ കിടന്ന് പാറ്റ് കുറേ ആവും. അവിടെ ഞാനിത് അതിന് വേണ്ടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇത് കണ്ട 1 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവൻ ഇത് സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഓരോ വിലകള് പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞുതരാം, എവിടെ സ്ഥലം എന്നൊക്കെ വരുന്നത്. ഫുൾ ബ്ലാക്കിന്റെ റേറ്റ് വരുന്നത് ഫുൾ ബ്ലാക്ക് ഒരെണ്ണം മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം.
ഫുൾ ബ്ലാക്കിൻ്റെ റേറ്റ് വരുന്നത് വെറും 40 രൂപയാണ് നമുക്ക് വരുന്നത്. റേറ്റ് ഫുൾ ബ്ലാക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മളതിനെ റിലീസ് ചെയ്യാണ്. ഇനി നമ്മുടെ മിക്സഡ് ഗപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 30 രൂപയ്ക്ക് തരും. 30 രൂപ ഹൈബ്രിഡ് ഗപ്പീസാണ്. ഹൈബ്രിഡ് ഇതൊക്കെ ഉണ്ടോ ചാടി പോണ എന്താ നല്ല ഹൈബ്രിഡ് കാണിച്ചത് എല്ലാം. അപ്പൊ ഇതിനൊക്കെ കുട്ടികളിനും പിന്നെ വലിയ മീനുകളിലൊക്കെ അത്ര വലിപ്പാക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിടുള്ളത്. ഇതൊക്കെ ബ്രീഡാ പറയാണ്. അപ്പൊ ഇതിനൊക്കെ എത്ര രൂപയ്ക്കാണ് വിൽക്കണേ? ഈ ഇതിലത്തെ മീനുകൾ കുട്ടികളിന് വലിപ്പുള്ള മീനുകളൊക്കെ 30 രൂപയാണ് വരുന്നത്. കുട്ടികളെ നമ്മള് ചോദിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. നമ്മൾ കുട്ടികൾക്കല്ല വില പറയണത്, വലുതിനാണ്. എന്തൊരു വലുത് ബ്രീഡായതാണ് കൊറേ. ഇതൊക്കെ അടുത്തേക്ക് പോകുമ്പോ നിറച്ച് മീനുകളാ. അടുത്തത് വളരെ ഇതിലുള്ള നല്ല അടിപൊളി റയറായ മീനുകൾ. ഇലക്ട്രിക് ബ്ലൂ 3 5 ലെവൽ മീനുകളിൽ 3ാം സ്ഥാനം നിൽക്കണതാണ് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ. അതിൻ്റെ നമുക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാനൊരു പ്ലാന്റ് ഡെക്കോറിയ സെറ്റ് ചെയ്തിട്ട് നോക്കണം. വളരെ ഭംഗിയാണ്. എന്റെ വീടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു ടാങ്ക്, ചെറിയ ടാങ്ക്. അതിലും മീനുകളാണ്. ഇതിന്റെ മെയിലാണ് നിങ്ങളിപ്പോ കാണുന്നത്. നല്ല ഇതുണ്ട് കേട്ടാ വാല്. ഇവിടെ ഉണ്ടാ ഒരു മീൻ നല്ല ഫൈറ്ററിന്റെ പോലത്തെ, ഫൈറ്ററിന്റെ കുഞ്ഞു തോന്നുന്നു. ഇതൊക്കെ വെറും ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇലക്ട്രിക് ബ്ലൂ. അപ്പൊ നീ എന്താ ഇങ്ങനത്തെ ഈ മീനുകളൊക്കെ ഈ ടാങ്കിലിട്ടൂടെ മറ്റേ മീൻ കൊണ്ടുവരുന്നവരെ? അത് ഈ മീന് കുറച്ചുകൂടി കൊണ്ടുവരുന്നുണ്ട് നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 60 എഴുതണം എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അത് മൊത്തം കൂടി നമ്മൾ ഇതില് ചെയ്യാനാണ് പ്ലാൻ. നാളത്തേക്കുള്ള പാക്കിംഗ് ഉണ്ട്. ഞങ്ങളൊരു ബിസിയാണ്. എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇതിലെങ്ങനെയാ ഈ കളറായി ഇങ്ങനത്തെ കളറായി? നമ്മള് ഈ നല്ല വെള്ളത്തിലല്ലേ ഈ വെള്ളത്തിലിടുക? ഈ വെള്ളം എങ്ങനെയാ ഈ കളറായി? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആൽഗ വാട്ടർ ഞാന് ഫാമിൽ ചോദിച്ചപ്പോൾ തന്നതാണ്. ആൽഗ വാട്ടറിന് തന്നെ കുറച്ച് വിലയുണ്ട് ഗൈസ്. ആൽഗ വാട്ടർ ഫാം ചെയ്യും ചിലവര്. പക്ഷെ ചിലർക്ക് തോന്നും നമ്മുടെ ഈ തോട്ടിൽ കിടക്കുന്ന പച്ച കളറ് വെള്ളമാണ്. പക്ഷെ അതല്ല ആൽഗ വാട്ടർ. ആൽഗയുടെ പാൻറ് കുറെ നാള് ഫാം ചെയ്തതിന്റെ വാട്ടറാണ് ഈ ആൽഗ വാട്ടർ. അപ്പൊ നമ്മളത് ചോദിച്ചെടുത്തതാണ്. നമ്മൾ ഫുഡ് നമ്മൾ കാണിച്ചു തരാം. മീൻ്റെ ഇതെന്റെ 1 കിലോ 2 കിലോ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ്. ഇതാണ് ഞാൻ കൊടുക്കണ ഫുഡ്. ഇതില് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പലതരം കളറുകളാണ്. ഇത് ഗ്രീൻ, ഓറഞ്ച്, റെഡ്, കറുപ്പ്, അങ്ങനത്തെ. ഇതാണ് നല്ല ഹൈ ക്വാളിറ്റി ഫുഡ് എന്ന് പറയണവൻ. ഇതിലാണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഫുഡ്സ് ഉണ്ട്. റോയൽ ഫുഡ്, പ്രിൻസ് വേം, അങ്ങനെ കുറെ ഫുഡ് ഉണ്ട്. ലൈഫ് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ മൊയിന, കൂത്താടി, ബ്ലഡ് വേം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സെട്ര. നമ്മുടെ ഹൈബ്രിഡ് മിക്സഡ് ഗപ്പീസ് തീറ്റ ഇടുമ്പോഴേക്കും വരുന്ന കാണാം നമുക്ക്. അപ്പൊ വൈകുന്നേരത്തെ തീറ്റയാണ് ഇപ്പൊ ഇടാൻ പോണ. കണ്ട വരണുണ്ടല്ലോ. ഓ എന്താലേ വന്ന് തിന്നിട്ട് എടുക്കണ്ട. ഞാൻ ക്യാമറ കാണിക്കണായിരുന്നു ഒന്നും തിന്നണില്ല. എന്നാലും ചിലത് പെട്ടെന്ന് കൊത്തിപ്പോണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞത് ഇവൻ്റെ ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ചും കൂടിയും വളരുന്നതാണ് ഇവൻ പറയണത്. ഇതിലൊക്കെ ഈ ബക്കറ്റിൽ ഇതിലൊക്കെ ഇടും. ഇനി ഇതിലേക്കാണ് അവൻ തീറ്റയിടാൻ പോണേ. സീറ്റ് ഇടുന്നത് ഇത് ക്യാമറ പിടിക്കണായിരുന്നു. അവർക്ക് പേടിയായിട്ട് വിളിക്ക് പോകണം. കണ്ട കുട്ടികളൊക്കെ ഉണ്ട് ഇതില്. ഇതിന്റെ കളർ മാറിയുണ്ട്. ഇതിലൊക്കെ മീൻ വരുന്നതാണ് പറഞ്ഞത്. പിന്നെ ഈ കുപ്പിയിലത്തെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താണോ ഓർഡർ ആവാത്തതാണോ നീ പറഞ്ഞില്ല. നമ്മള് ഓർഡർ ചെയ്തിട്ട് ചെയ്തോർക്കുള്ളതാണ്. നമ്മളത് മാറ്റി വെച്ചോണ്ടോ. ഇത് ഓർഡർ ചെയ്തവര് വാങ്ങാൻ വേണ്ടിട്ട് ഇപ്പം പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റാക്കി വെച്ചേക്കണതാണ് ഈ കപ്പേര്. അപ്പോൾ ഈ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂര് തിരൂര് ആയിട്ട് കിഴക്കേങ്ങാടിയിലാണ് വരണത്. അപ്പോ ആൻഡ് ബസാർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാം. ഇതൊക്കെ തല കുത്തിട്ടാണ് നടക്കണത്. ഇത് നന്നായിട്ട് കുറച്ച് കുട്ടികൾ ഇട്ടതാണ്. അത് കാരണം പിന്നെ ഇവന്റെ വീടിന്റെ ഉള്ളില് ഒരു അക്വേറിയം ഉണ്ട്. അത് നമുക്ക് കണ്ടിട്ട് വരാം. ഗായ്സ് ഇവൻ കുറച്ചും കൂടിയും തീറ്റിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട അപ്പൊ മിക്സ് റേപ്പ് തിന്നതാണ് ഇത്. ഇപ്പൊ എല്ലാം വന്നു തുടങ്ങി കാണുന്നത്. നമ്മള് കുറച്ചു നേരം ക്യാമറ മാറ്റി വെച്ചു. അപ്പൊ അത് തന്നെ അവര് എല്ലാരും വന്നിട്ട് തിന്നിട്ട് പോവാണ് ഗായ്സ്. നമ്മുടെ ഇവിടെ കിളികളുടെ ശല്യമുള്ള കാരണം നമ്മള് മീനുകൾക്ക് കയറ് കിട്ടാൻ മാത്രം കാർഡ്ബോർഡ് പീസ് കൊണ്ട് ആണ് നമ്മൾ മൂടിയിരിക്കണത്.
നമ്മളിപ്പോൾ മൂടി വെച്ചിട്ട് പോവാണ്. ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇലക്ട്രിക് ബ്ലൂ ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാം. അതിൽ മെയിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും പേടിച്ചടിയിലാണ്. ഇതിൽ 2 ഇപ്പോഴും കുട്ടികളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതിലവരുടെ അടിയിലാണ്. ഇത് മെയിലോളൊക്കെ ഇപ്പോൾ മോളിക്ക് വന്നു തുടങ്ങി. ഇത് മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. അവരുടെ ഒരു പേടി മാറി കഴിഞ്ഞ് പിന്നെ അവർ വന്നോളും. ഇത് ഇന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ, വേറെ ഫാമിങ് ചെയ്യണ സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. കിളികളുടെ ശല്യം മൂടി വെക്കുക. പക്ഷെ അപ്പുറത്ത് നിറച്ച് പ്രാവും പ്രാവിനെ വളർത്തുന്നുണ്ട്. പക്ഷെ പ്രാവുള്ള കാരണം കാക്കോളം വരുന്നു. നിറച്ച് കാക്കോളാണ് ഇവിടെ. പിന്നെ കോഴികളുണ്ട്. ഇതൊക്കെ മൂടി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ശല്യം കാരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. വീഡിയോക്കല്ല, നമുക്ക് നേരെ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ ചെറിയ അക്വേറിയം കണ്ടിട്ട് കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം ഉണ്ട്, അത് കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോണേ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇത് നമ്മുടെ ഫ്രൂട്ടിന്റെ കുറച്ച് പേരോളാണ്, നമുക്ക് കാണാം. ഇതാവും വിക്കല്ലെന്ന് പറഞ്ഞ വീടിന്റെ ഭംഗി. ഇല്ല, വിക്കുണ്ട്. നമ്മളത് ഇപ്പോ വീണ്ടും ഭംഗിക്ക് ഉള്ളിൽ മാറി വെച്ചോക്കുന്നു. ഫുള്ളായിട്ട് പുറത്തുണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. പറഞ്ഞു. ഇത് ഫുള്ളായിട്ടിന്റെ ജോഡിയാണ്. അപ്പൊ നമ്മള് ശരിക്കും കാണാനുണ്ട് അക്വേറിയത്തിന്റെ ഉള്ളിലെ ഭാഗമാണ്. ഇതിൽ നിറച്ചിട്ട് അവിടെ കുറെ ഉണ്ട്. ഇതൊക്കെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ക്യാമറയുടെ ഇതുകൊണ്ട്. ഞാൻ പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത്രയാണ് ഈ വീഡിയോ. നമുക്ക് പുറത്തേക്ക് കിടക്കാം. നമുക്ക് ഉണ്ട്, അവൻ കുറച്ച് സമയം മാറ്റി വെച്ചു അത് കാണാൻ കേട്ടോ. അവന് കുറേ പാക്കിങ്ങിനൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പാക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇങ്ങനെ കാണിക്കാണ്ട് ഇതിന് എത്ര വില അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് കെജ വ്ളോഗ്സ്.